മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ഇന്നലെയാണ് വിടവാങ്ങിയത്. വൈകിട്ട് 7 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത നമ്മളെ തേടി എത്തിയത്. അദ്ദേഹം പാടിയ പാട്ടുകൾ അത് ഒരു കാലത്തും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഓരോ പാട്ടിനും ആ പാട്ട് എഴുതുന്ന അല്ല ലിറിസിസ്റ്റ് എഴുതുന്ന ആ വരികൾക്ക് ഭാവം നൽകുക എപ്പോഴും അത് പാടുന്നവരായിരിക്കും. ആ ഭാവം അത് ഉൾക്കൊണ്ട് പാടിയില്ലെങ്കിൽ ഒരിക്കലും ആ വരികളുടെ സൗന്ദര്യം അത് പ്രതിഫലിക്കപ്പെടില്ല. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ ആ വരികളുടെ ഈണം, അതോടൊപ്പം തന്നെ അതിൻ്റെ സംഗീതം, ഇതെല്ലാം കേൾവിക്കാരിലേക്ക് ഒരു എന്താ പറയുക, അതിന് അത്രത്തോളം ഒഴുക്കോടെ എത്തിച്ച ഗായകൻ. അദ്ദേഹത്തെ വാക്കുകളിലൂടെ വർണ്ണിക്കാനാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സ്മിത. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മുടെ മൂഡ് തന്നെ മാറ്റുമല്ലേ. പ്രണയമാണെങ്കിലും വിരഹമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ സംഗീതം അത് ഇങ്ങനെ ഒഴുകുകയാണ്. അതെ, പ്രീത നേരത്തെ പറഞ്ഞതുപോലെ ഒരു വരി പാടിയാൽ മതി, അതിൽ ഭാവതീവ്രത അതിതീവ്രമായി തന്നെ ആ ഭാവം ഉൾക്കൊണ്ടാണ് അദ്ദേഹം പാടുക. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസക്തി എന്ന് പറയുന്നത്, പ്രാധാന്യം എന്ന് പറയുന്നത്, ഇത്രയും വയസ്സായിട്ടും ആ ശബ്ദത്തിനെ ഒരു രീതിയിലും ആ പ്രായമോ കാലമോ ഒന്നും തന്നെ ബാധിച്ചിരുന്നില്ല. വളരെ യുവത്വം തുളുമ്പുന്ന പാട്ടുകൾ അദ്ദേഹം ഇപ്പോൾ ഈ പുതിയ കാലത്തും പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുതിയ തലമുറ നെഞ്ചേറ്റിയ പല പാട്ടുകളും അദ്ദേഹം പാടിയതാണ്. അദ്ദേഹം ഏറെ നാളായി ചികിത്സയിലായിരുന്നു, അർബുദബാധിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ രൂപം തന്നെ മുൻപുണ്ടായിരുന്നതിൽ നിന്ന് എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് സൂരജ് സജിയോട് തന്നെ ചോദിക്കാം. സൂരജ്, അദ്ദേഹം ഏറെ നാളായി അസുഖബാധിതനായിരുന്നു, ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് അർബുദം ബാധിച്ചിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം പാട്ട് കൈവിട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പോലും അദ്ദേഹം പരിപാടികളിൽ വരെ പങ്കെടുക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെക്കാലമായി അദ്ദേഹം രോഗബാധിതനായിരുന്നു. അദ്ദേഹത്തിന് ഈ അർബുദ ചികിത്സയിലായിരുന്നു അദ്ദേഹം. എങ്കിൽ പോലും അത് ഒരിക്കൽ പോലും തളർത്തിയിരുന്നില്ല എന്ന് പറയണം. കഴിഞ്ഞ ഓണക്കാലത്തിന് മുൻപാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ വല്ലാതെ ശരീരമൊക്കെ ക്ഷീണിച്ച അദ്ദേഹത്തിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ അന്ന് പ്രചരിച്ചിരുന്നു. ആ സമയത്ത് വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്ന് എഴുന്നേറ്റ് വരുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ഓണക്കാലത്ത് മലയാളികൾക്ക് വേണ്ടി അദ്ദേഹം തന്നെ വീണ്ടും പാടി ഒരു പാട്ട് പുറത്തിറക്കുന്നു. ആ പാട്ടിൻ്റെ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഉൾപ്പെടെ അവിടെ പോയി വാർത്തകൾ ചെയ്തതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മടങ്ങിവരവ് അറിയിച്ചിരുന്നതാണ്. അത്രത്തോളം രോഗശയ്യയിൽ നിന്ന് തിരിച്ചു വന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് ഈ രോഗം മൂർച്ഛിക്കുന്ന സമയത്തൊന്നും ഒരിക്കൽ പോലും നമുക്കൊന്നും ഒരു ആശങ്ക തോന്നിയിട്ടില്ല. കാരണം തിരികെ വരുന്ന ഒരു പ്രകൃതം, അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്രത്തോളം രോഗം തീവ്രതയിൽ നിന്ന് മടങ്ങി വന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ രോഗത്തെ തുടർന്ന് അദ്ദേഹത്തെ ഇടയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. ആ സമയത്തൊന്നും തന്നെ അത് തെല്ലും ആശങ്കപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അമല ആശുപത്രിയിൽ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ചികിത്സയിലായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഈ അയൽവാസികളുമായി എല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അദ്ദേഹം രാവിലെ നടക്കാനിറങ്ങും, വൈകുന്നേരം നടക്കാനിറങ്ങും. അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടുണ്ടായിരുന്ന ഹോം നേഴ്സിനോട് ചില വരികൾ പാടിക്കൊടുക്കും. ആ വരികൾ ഏറ്റുപാടാൻ പറയും. അത് എഴുതിയത് ആരാണ് എന്നൊക്കെ ചോദിക്കും. ഒരു അന്താക്ഷരി മാതൃകയിൽ അങ്ങനെ അദ്ദേഹം വീടിനകത്ത് സംഗീതമൊക്കെയായി, വീടിനകത്താണെങ്കിൽ പോലും സംഗീതത്തെ തെല്ലും മാറ്റി നിർത്താതെ ഈ പാട്ടിന്റെ ലോകത്ത് തന്നെ അവസാനം തന്നെയാണ് പല ഗായകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹവുമായി ഒരു സംഭാഷണം തുടങ്ങിയാൽ അതിൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അദ്ദേഹം എത്തുക പണ്ടത്തെ പാട്ടുകളെക്കുറിച്ചും ഒപ്പം മുഹമ്മദ് റഫിയെക്കുറിച്ചും പി ലീലയെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിട്ടാണെന്ന്. സമാനമായിട്ടുള്ള അനുഭവമായിരിക്കും തീർച്ചയായിട്ടും ആ നാട്ടുകാർക്കും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അയൽക്കാർക്കും അദ്ദേഹത്തെ അറിയുന്നവർക്കും പറയാനുണ്ടാവുക, അല്ലേ? പ്രവിധ സാധാരണക്കാരാണെങ്കിൽ പോലും ഈ സാധാരണക്കാരുമായി അദ്ദേഹം ഈ പാട്ടുകൾ ചർച്ച ചെയ്യും. പാട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടി അത് പാടിക്കൊടുക്കും. അതായത് ഒരു തരത്തിലുള്ള ഈഗോയും ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ പലപ്പോഴും ഈ പ്രതീക്ഷിക്കാത്ത സമയത്ത് പൊട്ടിത്തെറിക്കും, വല്ലാതെ സ്നേഹം പ്രകടിപ്പിക്കും. അത് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പിണക്കങ്ങളൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പിണക്കങ്ങളാണ്. പല പിണക്കങ്ങളും നീണ്ടുപോയിട്ടുണ്ട്. ചിലപ്പോഴും ഈ മുഖം നോക്കാതെ അദ്ദേഹം പിണങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ പിണക്കങ്ങൾക്കപ്പുറം എല്ലാം അദ്ദേഹം എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആരുമായും അദ്ദേഹം ഈ പാട്ടുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തും. അവർക്ക് വേണ്ടി പാട്ട് പാടി നൽകും. അതിപ്പോൾ ഒരു സാധാരണക്കാരനാകട്ടെ പ്രമുഖനാകട്ടെ. തൃശ്ശൂരിലെ പല ഹോട്ടലുകളിലും ഇരുന്ന് അദ്ദേഹം പല സംഗീത ചർച്ചകളും അല്ലെങ്കിൽ സംഗീത സദസ്സുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് സൗഹൃദ സദസ്സുകളായിരുന്നു. ആ സൗഹൃദ സദസ്സുകളിലെല്ലാം തന്നെ എല്ലാം മറന്ന് പാടിയിരുന്ന ആളായിരുന്നു ജയചന്ദ്രൻ. അത് തന്നെയാണ് അദ്ദേഹത്തെ ഇത്രത്തോളം എത്തിച്ചത്. ഒരുപക്ഷെ ഈ കുട്ടിക്കാലത്തൊക്കെ ഈ ചെണ്ടയും മൃദംഗവും എല്ലാം ഉപയോഗിച്ച് ആ മേഖലയിൽ മാത്രം തിളങ്ങി വന്ന ഒരാൾ പിന്നീട്
തൃശ്ശൂർ ക്രൈസ്റ്റ് കോളേജിലാണ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ഈ തൃശ്ശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് ഇവർ മാറി താമസിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പഠനമെല്ലാം തന്നെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ്. അങ്ങനെ ചെന്നൈയിൽ ജോലി കിട്ടിപ്പോകുന്നു. ചെന്നൈയിൽ ജോലി കിട്ടിപ്പോകുന്ന സമയത്ത് അദ്ദേഹം ചെന്നൈയിൽ നടത്തിയ ഗാനമേളയിലാണ്, അതായത് ഒരു പാട്ട് പാടുമ്പോൾ എത്രത്തോളം ഭാവമുണ്ട് എന്ന് തോന്നുന്ന ഒരു നിമിഷം. അങ്ങനെ ഈ ചെന്നൈയിൽ അദ്ദേഹം ഈ ഗാനമേള നടത്തുന്ന സമയത്ത് ശോഭന പരമേശ്വരൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ശോഭന പരമേശ്വരൻ അദ്ദേഹത്തോട് തോന്നിയ ഒരു ഇഷ്ടം, അതായത് അദ്ദേഹത്തിൻ്റെ പാട്ടിനോട് തോന്നിയ ഇഷ്ടമാണ് മലയാള സിനിമയ്ക്ക് പി ജയചന്ദ്രനെ സമ്മാനിക്കുന്നതിലേക്ക് വഴിതെളിക്കുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തോട് സിനിമയിൽ പാടുന്നതിന് താല്പര്യമുണ്ടോ എന്ന് ശോഭന പരമേശ്വരൻ നായരും അതുപോലെ തന്നെ എം വിൻസെന്റും ചോദിക്കുന്നു. അങ്ങനെ എ വിൻസെന്റും ചോദിക്കുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് മലയാള സിനിമാ ലോകത്തേക്ക് പതിയെ പതിയെ മലയാള സിനിമയിലേക്ക് അടുക്കുകയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റായി മാറുന്നു, അല്ലെങ്കിൽ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നു. 1965 കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ആദ്യം പാടിയത്. ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന പാട്ട് ആദ്യമായി പാടുന്നു. പക്ഷേ ആ ചിത്രം റിലീസ് ചെയ്യുന്നത് വൈകി. പക്ഷേ ഈ കാര്യം, അതായത് ഇങ്ങനെ ഈ പാട്ട് പാടിയതും ഈ പാട്ടുമൊക്കെ ജി ദേവരാജൻ മാസ്റ്റർ കേൾക്കുന്നു. അങ്ങനെ ജി ദേവരാജൻ മാസ്റ്ററുടെ പാട്ടാണ് ആദ്യമായി പുറത്തിറങ്ങുന്നത്. അദ്ദേഹം അതെ സൂരജ്, ആ സംഗീത യാത്ര എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ഇന്ന് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, അനുഭവിക്കുന്നു. അതിന്റെ വേദനയിലാണ് നമ്മൾ മലയാളികൾ മുഴുവനും. MTയുടെ നക്ഷത്രങ്ങളിലെ നിഷേധിയായ നമ്പൂതിരി, ആ നമ്പൂതിരിയെ പോലെ തന്നെയായിരുന്നു ഏറെക്കുറെയൊക്കെ അദ്ദേഹം സ്വന്തം അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ, അത് ആരോടായാലും അത് പറയാൻ ഒട്ടും മടിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ജീവിതവും അതുപോലെ നിഷേധിയായ ഒരു മനുഷ്യനെ പോലെയായിരുന്നു. പാട്ടുപാടണം എന്ന് കരുതി ഒരുപാട് നിയന്ത്രണങ്ങൾ, ശാരീരിക നിയന്ത്രണങ്ങൾ, ആരോഗ്യകാര്യങ്ങളിൽ അതൊന്നും അദ്ദേഹം വച്ചിരുന്നില്ല. ചിട്ടപ്പടിയൊന്നും ജീവിച്ചില്ല. എന്നിട്ടും ഈ 80 വയസ്സുവരെ അദ്ദേഹത്തിൻ്റെ ഗാനം അതേ മാധുര്യത്തിൽ ഒട്ടും ചോർന്നു പോകാതെ നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നു.